അപ്പോൾ നമ്മളെ സ്ക്രാപ്പെല്ലാം അവിടെ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞു. എത്ര പൈസ കിട്ടിയതെന്ന് അറിയണ്ടേ? ഞാനും പ്രതീക്ഷിച്ചിട്ട് ഇത്ര പൈസ കിട്ടുമെന്ന്. അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ കഫീലിൻ്റെ വീടായത് ഞാൻ കാണിച്ചതാണ്. നമ്മളെ കഫീലിൻ്റെ മജീസിൻ്റെ ഭാഗമായത്. ഇതെല്ലാം എൻ്റെ കച്ചറകളാണ് കേട്ടോ. ഇതിൻ്റെ വേക്കിലോട്ട് കാണിച്ചതാണ്. ഫുള്ള് എൻ്റെ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ച് ഇവിടെ ഒരു ഗാരേജായി മാറി. വേക്കിലും കാണിച്ചത് കേട്ടോ. അതെല്ലാം എടുത്തുകൊണ്ട് പോണേന്ന്. വേക്കിലെന്തോ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ട ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ അത് മൊത്തം എൻ്റെ സാധനങ്ങളല്ല, ടയറും കാര്യങ്ങളെല്ലാം എൻ്റെ സാധനങ്ങളുണ്ട് കുറേ. നേരെ ഞാൻ ഇന്ന് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ എൻ്റെ സാധനങ്ങളുണ്ട്. കൊണ്ടേച്ച് കുറേ സാധനങ്ങളായി. എന്തെല്ലോ സ്ക്രാപ്പും ഗാരേജിൻ്റെ സാധനങ്ങളെല്ലാം, എൻജിൻ്റെ ഭാഗങ്ങളെല്ലാം, ടയർ മൊത്തം ഉണ്ട്. അത് കൊണ്ട് കൊടുക്കണം. ബാറ്ററി, അങ്ങനെ കുറേ എൻജിൻ്റെ പാർട്സുകളെല്ലാം ഉണ്ട് ഇവിടെ. അന്നേരം ഇതെല്ലാം ഫുള്ള് ഒഴിവാക്കേണ്ട പരിപാടിയാണ്. കുറേ എൻജിൻ പാർട്സ്, ഇരുമ്പ് സാധനങ്ങളെല്ലാം എൻ്റെ അതുണ്ട്. അതായത് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി അടിപൊളിയാവാം. ഇതെല്ലാം മൊത്തം പാർട്സുകളാണ്. അന്നേരം ഞാൻ കുറേ പാർട്സുകൾ എല്ലാം വണ്ടിയിലെടുത്തിട്ട് സ്ക്രാപ്പിലേക്ക് കൊണ്ടുപോയെന്ന്. അന്നേരം സ്ക്രാപ്പിൽ ഇപ്പോൾ എത്രയാണെന്ന് റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. ആ വിലയും കൂടി അറിയാം. ഇരുമ്പിനും അലൂമിനിയത്തിനും എല്ലാത്തിനും എത്രയാണ് റേറ്റ് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. അന്നേരം കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾക്ക് നേരെ സ്ക്രാപ്പിലേക്ക് വിടാം. അപ്പോൾ അത്യാവശ്യം ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നതല്ല. ഇതിൽ കൂടുതൽ അലൂമിനിയാണ്. ഇതെല്ലാം എൻജിൻ്റെ പാർട്സുകളാണ്. കുറേ വണ്ടികൾ കിട്ടുന്നതല്ലോ ആൾക്കാർ വേസ്റ്റാക്കുന്നതല്ലോ ഒഴിവാക്കിയതെല്ലാം കഷ്ണം കിട്ടി എടുത്തോണ്ട് വെച്ചിട്ട് അന്നേരം ഇതെല്ലാം കൊണ്ടുപോയി. ഇതൊരു മോട്ടറുണ്ട്. ഇനി 2-3 ഇരുമ്പെല്ലാം ഉണ്ട്. കുറച്ച് ഇരുമ്പും കൂടി എടുക്കാനുണ്ട്. ഇതെല്ലാം കൂടി കൊണ്ടു കൊടുക്കുക സ്ക്രാപ്പിൽ. അതിന് ശേഷം ടയർ കൊണ്ടു കൊടുക്കണം. എന്തെല്ലാം പരിപാടിയുണ്ട്. ഇത് വണ്ടി കയറട്ടെ. അയ്യോ, ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചൂട്. പൊള്ളുന്നിതല്ല, തൊടാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഓരോ വണ്ടീൻ്റെ എൻജിൻ്റെ ഹെഡാണ്. ഹെഡ്, പിസ്റ്റണ്, അതും ഇതെല്ലാം ഉണ്ട് അതിൻ്റെ. അപ്പോൾ നമ്മളെ സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി ഒരു പീസും കൂടിയുണ്ട്. അയ്യോ, തളർന്നു പോയി. അയ്യോ, ഇത് ശരിക്കും അത്യാവശ്യം കുറച്ച് സാധനമുണ്ട്. ഓരോന്നും ഡിഫറെൻറ്റ് പ്രൈസാണ് കേട്ടോ. ബാറ്ററിക്ക് ഡിഫറെൻറ്റ് പ്രൈസ്, ഈ അലൂമിനിയത്തിന് ഡിഫറെൻറ്റ് പ്രൈസ്, ഇരുമ്പിന് വേറെ പ്രൈസ്. അലൂമിനിയം ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത് ഇരുമ്പാണ്. ഇത് അലൂമിനിയം മിക്സ് ആയിട്ടുണ്ടെങ്കിൽ പ്രൈസ് കുറയും. ക്ലീൻ ആക്കി നല്ല സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പ്രൈസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം കയറ്റി ഒരു സെല്ലാജിയും കൂടിയുണ്ട്. അതും കൂടി അവിടെ കയറ്റിയാൽ സെറ്റാന്ന് വിചാരിക്കാം. സെല്ലാജിയാണ് കംപ്ലൈൻ്റ് ആയതാണ്. അതിൻ്റെ വേക്കിൽ നമ്മളെ പാർട്സെല്ലാം ഉള്ളത്. എൻ്റെ റബ്ബേ, ഈ സാധനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ തളർന്ന് നായായിപ്പോയി. അയ്യോ, ഇനി നേരെ സ്ക്രാപ്പിലേക്ക് പോകുന്നു. ഏകദേശം 11 മണിയായി. 12 മണി നമുക്ക് കൂട്ടു. ഒരു 2-3 സ്ഥലത്തെല്ലാം അന്വേഷിക്കണം. കാരണം എനിക്ക് ഞാൻ കുറേ ആയി സ്ക്രാപ്പിൻ്റെ അങ്ങോട്ട് പോയിട്ട്. ഇപ്പോൾ വിലയെല്ലാം എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. എന്നാലും വിലയെല്ലാം നോക്കിയിട്ട് നമുക്ക് ഇതും കൊടുത്ത് ഇങ്ങോട്ട് വരെ. ഇനിയും കുറേ സാധനങ്ങളുണ്ട്. എല്ലാം നടക്കൂല. അപ്പോൾ സനയിലെത്തി. സന 23-ന്ന് 28ലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. സ്ക്രാപ്പ് എടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേങ്കിൽ ഞാൻ സ്ഥിരം കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് റേറ്റ് ഒന്ന് അന്വേഷിക്കട്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറമെല്ലാം ഒന്ന് റേറ്റ് അന്വേഷിക്കാം. എന്നിട്ട് നോക്കാം എവിടെയാണ് കൂടുതൽ കിട്ടുന്നത് അവിടെ കൊടുക്കാം. ഈ കട്ടിങ്ങിൽ ഒരു സ്ക്രാപ്പ് ഉണ്ട് തോന്നുന്നു എടുക്കുന്നത്. നോക്കട്ടെ, 27ആണിത്. ഇവിടെ നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു സ്ക്രാപ്പ് ഉണ്ട്, മൻസൂരി സ്ക്രാപ്പ്. ഇവിടെ റേറ്റ് വെച്ച് നോക്കട്ടെ എത്രയുണ്ടെന്ന്. എന്നിട്ട് അപ്പുറത്തേക്ക് പോകാം. അപ്പോൾ അവിടുത്തെ സ്ക്രാപ്പ് മലയാളിൻ്റെതാണ്. 350 ക്ലീൻ ആക്കിയതിന് ലൊട്ട കൊടുക്കും. അവിടെ ബംഗാളി എന്തായാലും 400 രൂപ വരും. പിന്നെ അതൊരു മലയാളീൻ്റെതാണ്. അത് ഒഴിവാക്കി. അവർ ലാസ്റ്റ് 400 രൂപ തരാമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു വേണ്ട, അല്ല 3 വരാമെന്ന് പറഞ്ഞു. 300 രൂപയെന്ന് പറഞ്ഞ്
ലാസ്റ്റ് 350 ക്ലീൻ ആക്കിന് ഞാൻ. ക്ലീൻ ആക്കാത്തതിന് 3 റുപ്യ കിട്ടും. അന്നേരം അടുത്ത സ്ഥലത്ത് നോക്കാം. എല്ലാ സ്ക്രാപ്പും പൂട്ടീനുള്ള സ്ക്രാപ്പെല്ലാം വേഗം അടച്ചിന്. നമുക്കൊന്ന് ചൂടായോണ്ടാണ് നമ്മളവിടെ ഇപ്പം കൊടുക്കുക. നോക്കട്ടെ. എല്ലാം ക്ലോസ് ആക്കിന് കേട്ടാ. എല്ലാം 11 മണിയാകുമ്പോൾ ക്ലോസ് ആക്കിന്ന് തോന്നുന്നു. 11:30 ചൂടല്ല, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ 3 മണിക്ക് വരണം. അപ്പൊക്ക് സ്ക്രാപ്പെല്ലാം പിറ്റിട്ട് പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വരാനാന്ന് പറഞ്ഞത് തസ്ലി. ഇനിയിപ്പോൾ സ്ക്രാപ്പ് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് വാങ്ങിച്ചേ പറ്റൂ. കാരണം റൂമിലെത്തിയ ഫുഡ് ഉണ്ടാവില്ല. അന്നേരം ഞാൻ നേരെ പോകുന്നത് നമ്മളെ അടിപൊളി അറബിക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്, ചെറിയ പൈസക്ക്. അവിടത്തേക്ക് പോവുക. കാരണം കെമിക്കൽ ഇല്ലാത്ത ഫുഡ് കഴിക്കാം. അപ്പോൾ ചൈന മാളിൻ്റെ എല്ലാം ഇങ്ങോട്ട് വണ്ടികളെ ഷോറൂമിൻ്റെ എല്ലാം ഇടയ്ക്കുതാ ഷവേത്ത് ഖലീജ്. ഈ ഹോട്ടലിൽ അടിപൊളി ഫുഡ് കിട്ടും. അന്നേരം അവിടെ പോയിട്ട് നല്ലൊരു ഫുഡ് വാങ്ങിക്കാം. അപ്പം നമ്മൾ ഫുഡ് കിട്ടി. അപ്പം അടിപൊളി ചോറാണ് കേട്ടാ. നല്ല അടിപൊളി ചൂടോടെ. ഇത് ക്വാർട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആകെ 15 റിയാലേ ആണെന്നുള്ളൂ. 16 റിയാൽ. 16 റിയാലിൻ്റെ ഫുഡ് അടിപൊളിയാക്കി ഒരാൾക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ റൂമിലെത്തി. നമ്മളെ ഫുഡ് ഇതാണ്. അതാ ഇതൊരു എല്ലാ ബിരിയാണി തന്നെയാണ്. ഇത് ബിരിയാണിയാ. ഇത് ബിരിയാണി റൈസാ. അതാ വിളിക്കുന്ന ഇത് മന്തി റൈസാ. അതാണ് പറയാൻ മറന്നുപോയി. അല്ല ഇത് ബിരിയാണിയാന്ന്. ബിരിയാണി റൈസും മന്തി റൈസും ഞാൻ പറഞ്ഞിന്. പക്ഷെ ഇത് മന്തിയാന്ന് തോന്നുന്നു. ഇത് ബിരിയാണിയാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളെ കറക്കിയ ചിക്കൻ 2 കാലമായിട്ടല്ലേ നമ്മൾ കൂട്ടാത്തത്. കുഴപ്പമില്ല, അടിപൊളി ഫുഡാണ് കേട്ടോ. അവിടുത്തെ എന്നും കറിയും കാര്യങ്ങളൊന്നും വേണ്ട. നല്ല എല്ലാം തിന്നു പോകും. ചൂടോടെ കഴിക്കണമെന്നേ ഉള്ളൂ. അന്നേരം ഞാൻ ഫുഡ് കഴിക്കട്ട് കടന്നുറങ്ങിയിട്ട് എണീച്ചിട്ടാകുമ്പോൾ നമ്മളെ സ്ക്രാപ്പ് വെക്കാൻ പോവാം. അപ്പോൾ ഫൈനലി നമ്മൾ വ്യാഴാഴ്ച നമ്മളെ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. വണ്ടി തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഒരു സ്ക്രാപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ചോദിക്കുമ്പോഴേക്ക് 450 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രൈസാണ് ചോദിച്ചാൽ. അന്നേരം അല്ല കുറേ സാധനം വരും. നല്ല സ്ക്രാപ്പെല്ലാം വരുന്നുണ്ട്. അന്നേരം 450 തരാമെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് നോക്കട്ട് അന്നേരം. അപ്പോൾ ഇവിടെ വേഗം കൊടുത്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. ഓന് 4 റുപ്യ തരാമെന്ന് പറയുന്നുണ്ട്. 4.5 റുപ്യ പറയുന്നത്. എൻ്റെ ഇത് കുറച്ച് ക്ലീന് കുറവുണ്ട്. നോക്കട്ടെ, ഉള്ളിക്കയറ്റി നോക്കട്ടെ. അടി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ആക്കാം. അപ്പോൾ ഞാനവിടെ ഇറങ്ങി ഇത് മൊത്തം ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുകൊടുത്താൽ 4 റുപ്യ 4.5 റുപ്യ തരാം. അന്നേരം ഞാൻ നേരെ ഗാരേജിൽ പോകുന്നു. കാരണം ഇത് ഏകദേശം ഞാൻ ക്ലീൻ ആക്കിനി. പക്ഷെ കുറച്ച് 2-3 നെറ്റ് ബോൾട്ടുകൾ ഊരാനുണ്ട്. ആ നെറ്റ് ബോൾട്ടുകളും കൂടി ഊരി കൊടുത്താൽ നമുക്ക് ആ പ്രൈസ് കിട്ടും. ഇല്ലെങ്കിൽ 2.5 റുപ്യെല്ലാം വെച്ചിട്ടേ എടുക്കൂ. അന്നേരം നമുക്ക് ഭയങ്കര നഷ്ടമാവും. നേരെ ഗാരേജിൽ പോന്ന് അവിടെ 2-3 നെറ്റെല്ലാം ഊരിയിട്ട് തിരിച്ചോണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ തൊട്ടപ്പുറമുള്ള കാർ കെയറിൽ വന്ന് കാർ കെയറിൽ പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടത്തിന് പണിയെടുക്കാം. അതുകൊണ്ടാണ് വീട്ടിൽ വരുന്നേട്ടാ. പിന്നെ ഞാൻ ഇതാ ഈ കുറച്ച് സാധനങ്ങളില്ല. ഇത് ഇരുമ്പാണ്, ഇത് അലൂമിനിയാണ് വണ്ടീൻ്റെ. അന്നേരം ഇത് ഊരിക്കഴിഞ്ഞാൽ ഇത് ഫുൾ ഫ്രീ ആയി, ക്ലീനായി. അതുകൊണ്ട് ഞാൻ ഈ കുറച്ച് നെട്ട് ഊരാനേ ഉള്ളൂ. അത് ഊരിയിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അതുണ്ട്. ഇതൊന്ന് പീസാക്കാനുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ക്ലീനാക്കിയാൽ തന്നെ അതെല്ലാം ക്ലീനാണ്. അതെല്ലാം ക്ലീനാക്കിയാൽ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് വേഗം ഇത് ക്ലീനാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ ഇത് ഫുള്ളൊന്ന് ക്ലീനാക്കട്ടെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മളെ സാധനങ്ങളെല്ലാം പീസാക്കി എല്ലാം പീസാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ 2 ഹദീദാണ്, ഇത് ഇരുമ്പാണ്, അത് പീസാക്കിയിട്ടുണ്ട്. ഹലോ വെയിലുകൊണ്ട് വരും. ഇതെന്നാണ് വാട്ടർ, ഇത് മറ്റേ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഓയിലിൻ്റെ ഇതിൻ്റെ ഇത്ര കറി അന്നേരം എല്ലാം പീസാക്കി മതി. ബാക്കി കൊണ്ടുകൊടുക്കുക. ബാക്കിയെല്ലാം അലുമിനിയം തോന്നുന്നു. എന്തെല്ലോ സാധനങ്ങളുണ്ട് ടൈംത്ത് ഞമ്മക്കറിയാത്ത. അപ്പോൾ നമ്മളെ സാധനം അവസാനം നമ്മളെ ബംഗാളിൻ്റെ അടുത്ത് കൊടുക്കാൻ തീരുമാനിച്ച്. ഇതാ ബാറ്ററി തൂക്കാം.
എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അലൂമിനിയം തോന്നുന്നുണ്ട്, അലൂമിനിയം കണക്ക് കൂട്ടുന്നുണ്ട്, കള്ളക്കണക്ക്. അപ്പൊ എന്തല്ലോ കണക്ക് കൂട്ടിയിട്ടുണ്ട്. कस्टमर आएगा अच्छा प्राइस देगा, बोलो कस्टमर को बोलो. हाँ अच्छा प्राइस है. അപ്പോൾ നമ്മൾ സ്ക്രാപ്പ് പോയിട്ട സന്തോഷം നമ്മളെ ഗാരേജിലെ കുറച്ച് അവർക്കും കൂടി ഒരു വെള്ളമെല്ലാം കൊടുത്തിട്ട് നമുക്ക് സന്തോഷിക്കാം. കാരണം അവരും ചെറിയ ഹെൽപ്പെല്ലാം ചെയ്ത് തന്നിന്. അന്നേരം അവർക്ക് 2 കുപ്പി വെള്ളമെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ സ്ക്രാപ്പെല്ലാം അവിടെ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞു. എത്ര പൈസ കിട്ടിയതെന്ന് അറിയണ്ടേ. ഞാനും പ്രതീക്ഷിച്ചിട്ട് ഇത്ര പ്രൈസ് കിട്ടുമെന്ന്. പക്ഷേങ്കിൽ നല്ലൊരു പ്രൈസ് കിട്ടീന്. പിന്നെ ഏകദേശം എത്ര കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 20, 25 525 റിയാൽ എനിക്ക് കിട്ടീന്. അതിൽ 2 എഞ്ചിൻ്റെ പീസ് ഉണ്ടായിന്. പിന്നെ ബാക്കി കുറേ എൻ്റെ എന്തെല്ലോ സാധനങ്ങൾ ഉണ്ടായിന് മിക്സ്. അതിലെനക്ക് നല്ല ക്ലീനിന് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 420 റിയാൽ വെച്ചിട്ട് അങ്ങനെ കിട്ടി. പിന്നെ ക്ലീൻ അല്ലാത്ത കുറച്ചുണ്ടായിന് മിക്സ് ഉള്ളത്, അതിന് 3 സംതിങ് വെച്ച് കിട്ടി. പിന്നെ ആ ഇരുമ്പിന് 60 പൈസ വെച്ചിട്ട് കിട്ടി. അങ്ങനെ എല്ലാം കൂടിയാണ് കേട്ടോ ഇത് ഇത്ര പൈസ കിട്ടിയത്. ഞാൻ ഇത്ര പ്രൈസ് പ്രതീക്ഷിച്ചിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇൻഷാല്ലാ വലിയ കുറേ സ്ക്രാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു വണ്ടി പിടിച്ച് കൊണ്ടുകൊടുത്താലും വലിയ നഷ്ടം വരില്ല. പക്ഷേ ഇരുമ്പിന് ഞാൻ പറഞ്ഞില്ലേ ഒരു 50 പൈസയെ കണക്ക് കൂട്ടുണ്ടു. ഇരുമ്പിന് ഒരു 50 പൈസയാണ്. അന്നേരം 1 കിൻഡൽ ഇരുമ്പെല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കുന്നതിന് പ്രശ്നമില്ല. എന്നാലും ഇതാണ് ചെറിയ വീഡിയോ, ഒരു ഇൻഫർമേഷനും കൂടിയാണ്. അന്നേരം നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.